Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിന്റെ ഒരു വ്യൂവർ നമ്മുടെ കഴിഞ്ഞ എല്ലാ വീഡിയോയുടെ അടിയിൽ നമുക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ച് സ്ഥിരമായിട്ട് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യൂട്യൂബിൽ കാണുന്ന ഒരു സാധാരണ മുട്ടക്കറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ഷെഫ് സ്പെഷ്യൽ മുട്ടക്കറി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എഗ് റോസ്റ്റ് ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ റെസിപ്പി വളരെ ചെലവ് കുറച്ചും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം, ഇടിയപ്പം, ദോശ, പുട്ട് ഇതൊന്നുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എഗ് റോസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അതുമാതിരി നമ്മളുടെ വീഡിയോയുടെ തുടക്കം തുടങ്ങി അവസാനം വരെ മിസ് ചെയ്യാണ്ട് കാണുക. കാരണം ഞാൻ ഇതിനകത്ത് കുറേ കുക്കിംഗ് ടിപ്സ് പറയുന്നുണ്ട്, അത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. ആദ്യമായി തന്നെ സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. മുട്ട പുഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് കൂടെ തന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിക്കാം. ഗൈസ്, നമ്മളുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 8 മുട്ട ഇടാം. പാനിൻ്റെ ലിഡ് വെച്ച് ആദ്യത്തെ 2 മുട്ട 8 മിനിറ്റും ബാക്കിയുള്ളത് 12 മിനിറ്റും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സെറ്റ് ദ ടൈമർ ഫോർ 8 minutes. 8 minutes, counting down. സെറ്റ് ദ സെക്കൻഡ് ടൈമർ 12 minutes. 12 minutes, starting now. ഗൈസ്, നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട പുഴുങ്ങാനായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളുടെ മുട്ടയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന മാതിരി ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ അതിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ തോല് പൊളിക്കുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ മുട്ട എത്രത്തോളം ഹാർഡായിട്ട് കിട്ടണമെന്നുള്ളത് നമ്മൾ ടൈമിങ് വെച്ച് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം നമ്മളൊരു 8 മിനിറ്റ് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എഗ്ഗൊക്കെ കുറച്ച് റെന്നിയായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുവന്നുണ്ണി അധികം സെറ്റ് ആവാണ്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് ബോയിൽ എഗ്ഗാണ് വേണ്ടതെങ്കിൽ നമ്മൾ 12 മിനിറ്റ് കുക്ക് ചെയ്യണം. ആ 12 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള യോക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് ബോയിൽ എഗ് വേണോ അതോ ഹാർഡ് ബോയിൽ എഗ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ നമ്മൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മളുടെ എഗ് ഇതിലേക്ക് ഇടുക. അതുവഴി നമുക്ക് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ കുക്കിംഗ് ടൈം കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മുട്ട നമ്മൾ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഐസ് വാട്ടറിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് അതിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുട്ട നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടാനും അതുമാതിരി തന്നെ പൊളിക്കാനായിട്ടും അത് ഈസി ആയി കിട്ടും. നമുക്ക് നമ്മുടെ ആദ്യത്തെ 8 മിനിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 എഗ് എടുത്ത് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് തണുപ്പിച്ചെടുത്ത് വെള്ളത്തിലേക്ക് ഇടാം. നമുക്ക് അതിനുശേഷം പാനിൻ്റെ ലിഡ് വെച്ച് വീണ്ടും നമുക്കൊരു 4 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ള 6 മുട്ട നമ്മൾ 12 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്റ്റവ് ഓഫാക്കി വെച്ചതിന് ശേഷം ഐസ് ക്യൂബ്സ് ഇട്ട് തണുപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് 15 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്ത സ്റ്റൗവിലേക്ക് നോൺ സ്റ്റിക്ക് പാൻ വെച്ചതിന് ശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, നടുവേ കട്ട് ചെയ്ത 6 മുഴുവൻ മുളക്, 2 ഇതൾ കറിവേപ്പില, ചെറുതായി കട്ട് ചെയ്തെടുത്ത 5 സവോള, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് നീളത്തിലരിഞ്ഞ 3 പച്ചമുളക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ഒനിയൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഹാൻഡ് ബ്ലെൻഡർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത 1.5 ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായി നമുക്കിവിടെ 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പൊട്ടുകടല നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഒനിയൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഒനിയൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സ്പൈസസ് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള മസാലയും കൂടി ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഗൈസ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ നമ്മളിവിടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ മസാല സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പാനിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് എല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം ബ്ലെൻഡർ ജാറിലേക്ക് ഒഴിച്ച് നന്നായി വാഷ് ചെയ്തെടുത്ത് അതും കൂടെ നമ്മളുടെ പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൻ്റെ ലിഡ് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഗ്രേവി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ കുക്കായി ഇതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിന്ന് ശരിക്കും 8 മുട്ടയാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 6 മുട്ടയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി 2 മുട്ട നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. അതുമാതിരി നമ്മളുടെ സോസിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അടുത്തായി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അടുത്തായി നമ്മൾ നേരത്തെ സോഫ്റ്റ് ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ എഗ് റോസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നമ്മളുടെ മുട്ടക്കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസിയാണ്. അതുമാതിരി നമ്മളുടെ മസാലയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. പിന്നെ നമ്മൾ അരച്ച് ചേർത്ത പൊട്ടുകടല കാരണം നല്ല റിച്ച് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ തിക്കായിട്ടും ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് കാഷ്നട്ട് അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്ലേവർ കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. വളരെ ചിലവ് കുറച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതിയിരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി നമുക്ക് എഗ്ഗ് കറിയിൽ വളരെയധികം വെറൈറ്റികളായിട്ടുള്ള കറികളുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ, അഫ്ഗാനി സ്റ്റൈലിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട് സ്റ്റൈലിൽ. ഇനി നിങ്ങൾക്ക് വീണ്ടും വേറെ എഗ്ഗ് കറികളുടെ റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതിയിരിക്കുക. ഉറപ്പായിട്ടും ഞാൻ നമ്മളുടെ ഫ്യൂച്ചർ വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതുമാതിരി അടിപൊളി റെസിപ്പികളൊക്കെ തരുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കുക. അതുമാതിരി നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.